അപ്പൊ ഇന്ന് നമ്മള് പരിപാടി വെച്ച് കഴിഞ്ഞാൽ തിരുനെല്ലി ഫോറസ്റ്റിലാണ് നമ്മളിപ്പോ ഉള്ളത്. അതെ, ബ്രഹ്മഗിരിയാണ് കയറാൻ പോണത്. പക്ഷെ നമ്മളിപ്പോ ഉള്ളത് തിരുനെല്ലിയിലാണ്. നമ്മൾ നേരെ ബ്രഹ്മഗിരി കയറാൻ പോവാണ്. NSSന്റെ നാച്ചുറൽ ക്യാമ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ വന്നാണ്ട് ഇവിടെ കുറച്ച് വർക്കുകളും കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം തീർത്ത് നമ്മൾ നേരെ അപ്പോൾ ആഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. എൻ്റെ കൂടെ റിഹാനുണ്ട്, ഇതാ നമ്മുടെ സ്വന്തം നസീർ സാറുണ്ട്, പിന്നെ എല്ലാവരും അജ്മലൊക്കെ തയ്യാറായിട്ടുണ്ട്. സാധനം കിട്ടി. ആകെ ഫോറസ്റ്റില് അകപ്പെട്ടിട്ട് ഇതാ പുലിന്റെ കാൽപ്പാടൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് പുലിന്റെ കാൽപ്പാടല്ലോ. ചവിട്ടിയതുകൊണ്ട് നീങ്ങി പോയിട്ടുണ്ട് കാല് കണ്ടില്ലേ. ഇത് കടുവയാണ്. അത് ഫീമെയിൽ കടുവയാണ്. അല്ല, ഇത് ഒരുപാട് ടൈം ആയിട്ടില്ലല്ലോ. രാവിലെ പോയതല്ലേ. ഇത് ഫീമെയിൽ ടൈഗറാ. ഏകദേശം ഒരു 8-10 വയസ്സ് ആയിരുന്നു. ചെറിയ 10 വയസ്സ് വലുതാണ്. മൂവിങ് അങ്ങോട്ടാണ്. നമ്മളെ താഴെ ഡോർമെട്രി ഭാഗത്തേക്കല്ലേ പോകുന്നത്. അപ്പൊ രാവിലെ പിടിച്ചതന്നെ ഒരു ക്ലിയർ കാൽപാദം കാണിച്ചേ. ലാസ്റ്റ് കാൽപാദം അങ്ങനെ കണ്ടുകൊണ്ട് വേറെ അതിഥിനെ കാണിച്ചു. ആരത്? അല്ല പുലിയല്ല നിക്കണ് പറഞ്ഞേ. അപ്പൊ പുലി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ലൈനിന്റെ മുന്നിലേക്ക് തന്നെ വന്ന് ഓടി വന്നതാണ്. അപ്പോൾ എല്ലാവരും ബാക്കിലുണ്ടതാ. അപ്പോൾ ഇവിടെ അവിടെ നമ്മൾ ശാന്തരായി പോണതാണ്ടോ. കാട് എന്നൊക്കെ പറഞ്ഞ സംഭവം വലിയ കാടുകളാണ്. ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിതിലെ ഇറങ്ങാൻ പോവാണ്. ഷോർട്ട് വഴി എടുക്കാൻ പോവാണ്. അരുവിയൊക്കെ ഉണ്ട്, ചെറിയ കാട്ടരുവികളൊക്കെ ഒടുക്കത്തെ ഭംഗി കാണാൻ. ഇത് കണ്ടോ. അട്ട ഒന്നോട്ടെ. അട്ട കാൽമ കുറേ ഉണ്ടാവില്ലോ. അതൊക്കെ കാണിച്ചു തരാം. അട്ടനെ കാണിച്ചു തരാം. ഞാൻ എല്ലാവർക്കും എൻ്റെ കാൽമേൽ ഒരു അട്ട ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്ത അതിഥി എന്ന് പറയുന്നത് അട്ടയാണ്. ഇതാണ് നമ്മുടെ സ്വന്തം അതിഥി. ഇത് നമ്മൾ ഒന്നും ചെയ്യത്തില്ല. ജസ്റ്റ് നമ്മുടെ കയ്യിൽ അതേപോലെ കാലിലൊക്കെ ഇതുപോലെ ഒട്ടി നിന്നാണ്ട് ചോര കുടിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടണം. ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ അത് പോണില്ല. അപ്പോൾ ഇങ്ങനെ തട്ടുകൊടുത്താൽ പോകും. ഇത്രേ ഉള്ളൂ. ഇതാ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ചുരുട്ടുക, ഇങ്ങനെ എടുത്തറിയാം. അപ്പോൾ പെട്ടെന്ന് പോവും. അത് പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സാനിറ്റൈസർ ഉണ്ട്. സാനിറ്റൈസർ ഒഴിക്കാം. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കീശന്ന് സാനിറ്റൈസറൊക്കെ എടുത്ത് ഒരുപാട് പണിയില്ലേ. അങ്ങനെ നമ്മൾ ബ്രഹ്മഗിരിൻ്റെ മേലെ എത്തിക്കണം. പക്ക ടോപ്പിലൊന്നും എത്തിയിട്ടില്ല. പകുതി വാച്ച് ടവർ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ വാച്ച് ടവർ വരെ നമുക്ക് പെർമിഷൻ, സ്റ്റുഡൻസിന് പെർമിഷൻ ഉള്ളൂ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. സിമ്പിൾ ആൻഡ് ഹംപിൾ. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. വാച്ച് ടവറിൻ്റെ അവിടെ എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ഞാനൊന്നും ഇങ്ങനെ മാറി വന്ന് നല്ല രസമുണ്ട് കാണാൻ. അവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ടല്ലോ കാണാൻ. ഇഷ്ടം പോലെ കാണാനും ആസ്വദിക്കാനും ഉണ്ട്. അപ്പോൾ ഇവിടെ വാച്ച് ടവർ ഇതാണ്. അതിൻ്റെ മേലെ കയറിക്കണ നല്ല വ്യൂ ആണ്. അപ്പം ഇതിൻ്റെ മേലേക്ക് ഇനിയുണ്ട്. അങ്ങോട്ടേക്ക് പെർമിഷൻ ഇല്ല. വന്യജീവികൾ ഉണ്ടാവും വെച്ചിട്ട് നമ്മളെ പറഞ്ഞേക്കാത്താണ്. കോഴിക്കരയിലല്ല, അതിനെക്കാട് വന്യജീവിയാണ് ഞാനെന്നുള്ളത്. അപ്പൊ നമ്മള് നേരെ വാച്ച് ടവറിന്റെ മേലെ കയറിയിട്ടുണ്ട്. വൈബ് എന്നൊക്കെ പറഞ്ഞ പെരും വൈബ്. വേറെ വൈബ്. നമുക്ക്
കൊറേ മലകളുണ്ട് അവിടെ, വലിയ മലകളുണ്ട്, ചെറിയ മലകളുണ്ട്, മഴയുണ്ട്, ഒരുപാട് കാഴ്ചക്കാരുണ്ട്. ഇവരെല്ലാം കാണാൻ വന്നേക്കുന്നത് 10 ആള് മാത്രം കേറാൻ പറ്റും നമ്മൾ ഈ ടവറിൽ. നമ്മള് ഇപ്പൊ എത്ര ആളുണ്ട്? 20 ആളുണ്ട്. നമ്മൾ റിസ്ക് എടുത്തുകൊണ്ട് സൈനക്ക് എന്താ പറയാനുള്ളത്? നല്ല എങ്ങനെ പറയാ, നല്ല വൈബാണ്, വരാത്തവർക്ക് നഷ്ടമായിട്ടുണ്ട്. ഇത് നമ്മുടെ ലൈഫിൽ ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമാണ്. ആകാശമേറിപ്പോകയോ അറിയാതെ പറയാതെ ഇരുകോണിൽ കഴിയല്ലേ, ഒരു നാളിൽ മറയുമ്പോൾ ആകമാകെ ഉരുകല്ലേ, തമ്മിൽ പിണങ്ങിപ്പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ, ഹൃദയം മുറിയും അഴകിൽ വെന്താലും മകനേ പുറമേ കരയിൽ ഏതാലും പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവ് തന്ന കൺമണി, നീലയെങ്കിലെന്നിലെ പ്രകാശമില്ലി, മിഴിനീരു പെയ്ത മാറി കെടാതെ കാത്ത പുഞ്ചിരി, നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുന്തിരി, നിനക്കു തണലായി ഞാൻ, നിനക്കു തുണയായി ഞാൻ, അടുത്തു വന്നിടാം, കൊതിച്ചു നിന്നിടാം, സീരിൽ പൊരുത്തിടാം, സ്വയം മറന്നിടാം, ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. 2, 3 എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനൊരു ഒഴുകി ഒഴുകി എന്തിനാ കാശ്മീരൊക്കെ പോണേ? ചടിയോ കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോ, കാണുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശത്തിൽ കൊതിച്ചു പോ, ഏഹേ കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര, മരം കണ്ട് ചോര കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും, ഓ തന്തിരത്താനേ താനാനേ തന്തിരത്താനേ ഞാനാനേ കണ്ടു ഐ